സതീശനെ പറ്റിച്ച് അദാനി ഇറങ്ങിക്കളിച്ച് KC. സംസ്ഥാന ചരിത്രത്തിലെ ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രി ഒരു തുറമുഖ വകുപ്പിന്റെ ചുമതല കൈവശം വെക്കുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപായി സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയതും അവിടെ അദാനിയുടെ ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ടതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതുമായി കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. കരാറുകളെല്ലാം ലംഘിച്ച്, അതായത് 2015 ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാറിലേർപ്പെടുന്നത്. ആ കരാറിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് അദാനി 49% ഷെയറുകൾ സ്വിറ്റ്സർലൻഡിലെ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSC എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറിയിരിക്കുകയാണ്. 49% ഓഹരി എന്ന് പറയുമ്പോൾ 13,270,00,000 രൂപ. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം, രാജ്യത്തെ ഒരു തുറമുഖത്ത് വരുന്ന ഏറ്റവും വലിയ നിക്ഷേപം, അതാണ് അദാനി കൈക്കലാക്കിയിരിക്കുന്നത്. ആരറിയാതെ, VD സതീശൻ അറിയാതെയാണ് ഈ ഒരു നടപടി അദാനി കൈക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് അദാനി കൈക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് അദാനിയും സതീശനും തമ്മിലുള്ള ഒളിച്ചുകളിയാണോ, സതീശൻ മണ്ടൻ കളിക്കുകയാണോ, അതോ ഇവർ തമ്മിൽ നേരത്തെ ഒരു ധാരണ എത്തിയിട്ട് സതീശൻ പിന്നീട് നിയമസഭയിൽ വന്ന് പൊട്ടൻ കളിക്കുകയാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ VD സതീശൻ പറഞ്ഞത് അദാനി ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നാണ്. എത്ര കോടി രൂപയുടെയാണ്? 13,270,00,000 രൂപയുടെ ഒരു ഇടപാട് സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രിയെ അറിയിക്കാതെയാണ് നടത്തിയത് എന്ന് സതീശൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സതീശൻ തുറമുഖ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് റോളാണ് ഇവിടെ ഉള്ളത് എന്നതാണ് പ്രസക്തമായി ഉയരുന്ന ചോദ്യം. ഇനി ഓഹരി വിൽക്കണമെങ്കിൽ എന്തെല്ലാമാണ് 2025 കരാറിൽ അദാനിയും അതേപോലെ സംസ്ഥാന സർക്കാരും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന വ്യവസ്ഥകൾ നമുക്ക് പരിശോധിക്കാം. വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള 61.5%, അതായത് 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. 818 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അദാനിയുടേതാകട്ടെ 2,454 കോടി രൂപ മാത്രം. അതായത് സംസ്ഥാന സർക്കാർ 5,595 കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ അദാനിയുടെ നിക്ഷേപം എത്രയാണ്? 2,425 കോടി രൂപ. സംസ്ഥാന സർക്കാരിന്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തുകയാണ് അദാനി മുടക്കിയിട്ടുള്ളത്. ആ ഓഹരികളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ട് അദാനി ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഒരു തുറമുഖത്ത് വരുന്ന ഏറ്റവും വലിയ നിക്ഷേപത്തിന് അദാനി ലാഭമുണ്ടാക്കിയിരിക്കുന്നത്. 49% ഓഹരി, 13,270,00,000 രൂപയുടെ ഒരു ഓഹരി വിൽപ്പന നടന്നിരിക്കുന്നു. ഇത് സതീശൻ അറിയാതെയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ഇനി എന്തെല്ലാമാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മാത്രമേ ഈ ഒരു ഇടപാടിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന്, 2015 ഉണ്ടാക്കിയ സംസ്ഥാന സർക്കാരുമായുള്ള കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല വിദേശ നിക്ഷേപം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെയും അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഓഹരി കൈമാറ്റം നടത്താൻ കമ്പനിക്ക് കഴിയുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ നിയമം. സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിക്കണം. ഓഹരി വിൽക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതാധികാര സമിതിയാണ്. ഇനി ഈ കരാറിലെ മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെയും വിദേശ കമ്പനിയുമായുള്ള ഓഹരി കൈമാറ്റത്തിന്റെയും കരാർ വ്യവസ്ഥകൾ പഠിച്ച് സമിതി, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു സമിതി സർക്കാരിന് ശുപാർശ നൽകണം. ഈ ശുപാർശ മന്ത്രിസഭയ്ക്ക് മുന്നിൽ വരണം. മന്ത്രിസഭയുടെ അംഗീകാരത്തോട് മാത്രമേ നിക്ഷേപത്തിന് കഴിയുകയുള്ളൂ. ഈ ഒരു ഒറ്റ പ്രോസസ്സ് പോലും ഈ പറയുന്ന ഇനിയുമുണ്ട് എണ്ണി പറയാൻ ഇത്തരം നിരവധി വ്യവസ്ഥകൾ. പക്ഷേ ഇതിലെ ഒന്നുപോലും പാലിക്കാതെയാണ് അദാനി 13,270,00,000 രൂപയുടെ ഓഹരി കൈമാറ്റം നടത്തിയിരിക്കുന്നത്. സതീശൻ എന്തു ചെയ്യുകയായിരുന്നു? സതീശന് ഈ ഒരു ഇടപാടിനെ കുറിച്ച് അറിയില്ല എന്ന് അദ്ദേഹം കള്ളം പറയുകയല്ലേ? കാരണം ഇത്രമാത്രം വലിയൊരു ഇടപാട് നടക്കുന്നത് തനിക്ക് അറിയില്ല, തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് തുറമുഖ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തൊരു രഹസ്യമായ ഇടപാടായിരിക്കാം അദാനി നടത്തിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ പോലും അറിയിക്കാതെയാണ് അദാനി
MSCO ആയിട്ട് കരാർ ഒപ്പിട്ടത് എന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അവിടെയാണ് KC വേണുഗോപാൽ ഇറങ്ങിക്കളിക്കുന്നത്. KC വേണുഗോപാൽ പറയുന്നത് സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അദാനി അങ്ങനെ കയറി കളിക്കുകയാണ്. BJPയുടെ ഒറ്റ സംസ്ഥാനത്ത് പോലും അദാനി കളിക്കുന്നത് പോലെ ഇവിടെ സംസ്ഥാനത്ത് കളിക്കാൻ കഴിയില്ല. ആരെയാണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്? കൃത്യമായി തന്നെ VD സതീശനെ തന്നെയാണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, അതായത് സതീശനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, സതീശനെ ഒന്നും അറിയാത്ത ഒരു പാവയായി നിർത്തിക്കൊണ്ട് അദാനി കയറി കളിക്കുന്നുവെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് മുൻ തുറമുഖ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ K. ബാബു കൂടി രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര വിഷയമായി ഇത് പുകയുകയാണ്. K. ബാബുവിന്റെ വാക്കുകൾ കേൾക്കാം. നേരിട്ട് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ നിക്ഷേപം കൊണ്ടുവരാൻ സാധിക്കില്ല. ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം. പക്ഷേ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ചീഫ് സെക്രട്ടറി ഉണ്ട്, തുറമുഖ വകുപ്പ് സെക്രട്ടറി ഉണ്ട്, ഈ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ MD ഉണ്ട്, നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്. അങ്ങനെ 5 പേരുള്ള ഒരു കമ്പനിയാണ്. എംപവേർഡ് കമ്മിറ്റിയാണ് ഇതിനകത്തുള്ളത്. ആ എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച് ആ പരിശോധനാ റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അത് ക്യാബിനറ്റിൽ വെച്ച് മാത്രമേ ഇത് അംഗീകരിക്കാറുള്ളൂ. അങ്ങനെ ഇവിടെ നടക്കൂ. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ അദാനി ഗ്രൂപ്പ് നടത്തിയത് അങ്ങേയറ്റം തെറ്റാണ്. 2015 കരാർ പ്രകാരം ഓഹരി ഘടനയിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ ആ സമിതി പരിശോധിച്ച ശേഷം സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഓഹരി ഘടനയിൽ അദാനിക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. എന്ന് മാത്രമല്ല, പ്രവർത്തന സജ്ജമായി 1 വർഷത്തിന് ശേഷം 74% ഓഹരി കൈമാറാം. പക്ഷേ അവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. അങ്ങനെ ഈ കരാറിൽ എല്ലായിടത്തും തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ 1 രൂപയുടെ ഓഹരി പോലും വിറ്റഴിക്കാൻ കഴിയില്ല എന്ന് ഉള്ള കരാറാണ് അദാനി പരസ്യമായി ലംഘിച്ചത്. ഇത് തനിക്കറിയില്ല എന്ന് സതീശൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സതീശനെ വിശ്വസിക്കുക? സതീശൻ പറയുന്നത് ഞാൻ അദാനിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലാതെ ഓഹരി കൈമാറ്റം തടയാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ സതീശൻ ഇവിടെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. എന്തുകൊണ്ടാണ് സതീശൻ അങ്ങനെ തയ്യാറാകാത്തത്? സതീശൻ ആകെ പറയുന്നത് ഞാൻ അദാനി ഗ്രൂപ്പിനെ തന്റെ അതൃപ്തി അറിയിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെ പറഞ്ഞൊഴിയാൻ ഇവിടെ 13,270,00,000 രൂപയുടെ ഇടപാട്, അതിനെ അതൃപ്തി അറിയിച്ചാൽ മാത്രം മതിയോ സതീശ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നത് ഞാൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തുറമുഖ മന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ അതൃപ്തി അറിയിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഓഹരി കൈമാറ്റം തടയുകയാണ് വേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ, തുറമുഖ മന്ത്രി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് VD സതീശൻ ഓഹരി കൈമാറ്റം തടയാൻ മുൻകൈയെടുക്കാഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ഇവിടെ 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഇത്രയും വലിയ ഒരു ഓഹരി കൈമാറ്റം നടന്നിട്ട്, അതും സ്വന്തം വകുപ്പിന് കീഴിൽ നടന്നിട്ട് VD സതീശൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ വലിയൊരു ദുരൂഹതയില്ലേ? രണ്ടാമത്, ഇതറിഞ്ഞിട്ടും അതിൽ ഇടപെട്ടുകൊണ്ട് ഓഹരി കൈമാറ്റം തടയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതെല്ലാം തന്നെ ബോധപൂർവമായിട്ടുള്ള, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാലും അത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറയുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദാനി ഇവിടെ കയറി കളിക്കുന്നത് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞതിന്റെ ചുരുക്കം. ഒപ്പം സതീശന് ഈ ഒരു വകുപ്പ്, തുറമുഖ വകുപ്പ് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിൽ പോലും അർഹതയില്ല എന്നും വരികൾക്കിടയിലൂടെ വായിച്ചാൽ, KC വേണുഗോപാൽ പറഞ്ഞ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.